പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് സന്ധ്യാസമയവും ദൈവസന്നിധിയിൽ കർത്താവിന്റെ പാതപീഠത്തിൽ വിവിധ സ്ഥലങ്ങളിലായിട്ടാണെങ്കിലും ദൈവസ്ഥലായിരിക്കാൻ ദൈവം നമുക്ക് അവസരം നൽകി. കഴിഞ്ഞ ഓരോ ദിവസവും ദൈവം വളരെ അത്ഭുതകരമായി നമ്മെ നടത്തുകയും സൂക്ഷിക്കുകയും കരുതുകയും ചെയ്ത ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി കർത്താവിനെ ബോധ്യപ്പെടുത്തുന്നു. ഇന്ന് രാത്രിയിലെ ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവത്തിനും മക്കളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അതുപോലെ ഇന്ന് രാത്രി പ്രിയ ജിതേഷ് നമ്മുടെ മധ്യത്തിൽ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നു. കർത്താവിന്റെ ദാസനെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി. ഈ കഴിഞ്ഞ കാലങ്ങളിൽ വളരെ ശക്തമായ നിലയിൽ ദൈവത്തിന്റെ വചനം കർത്താവിന്റെ ആലോചനകൾ പ്രാപിച്ച് പറയുവാൻ ദൈവം അവരെ കുടുംബത്തോട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ നാളുകളിൽ പല ആവർത്തി ഈ സൂമിലൂടെയൊക്കെ വളരെ ശുദ്ധമായ ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കാൻ ശുശ്രൂഷിപ്പാനായിട്ട് ദൈവം അവരെ ഉപയോഗിച്ചു. ഇന്ന് രാത്രിയിലും നമ്മുടെ മധ്യമുണ്ട്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ പ്രിയ ജിതേഷ് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കും. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ എല്ലാവരും വളരെ പ്രാർത്ഥനയോടും ആഗ്രഹത്തോടും ഒരുക്കത്തോടും കൂടെ ദൈവത്തിലായിരിക്കാം. ഒരു വാക്ക് ജിതേഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നിങ്ങളുടെ മകനെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ വചനം സംസാരിപ്പാൻ നിങ്ങളുടെ പരിശുദ്ധാത്മാവിൽ ഒരു വലിയ അഭിഷേകവും ദൈവറവിയ ദേശത്തെയും ദൈവം നൽകുവാൻ കർത്താവിന്റെ വലിയൊരു ബലം, പരിശുദ്ധാത്മാവിന്റെ വലിയ ബലം, ഒരു വലിയ അധികാരം, അഭിഷേകം നിങ്ങളുടെ ആത്മാവിൽ പ്രിയ ജിതേഷിന്റെ മേൽ അയക്കപ്പെടുവാൻ ഞങ്ങൾക്ക് ആവശ്യമായ ദൂതുകൾ രാത്രി ദൈവത്തിന്റെ ആത്മാവിൽ നൽകുവാൻ ആവശ്യമായിരിക്കും ദൈവത്തിന്റെ കൃപ അങ്ങയുടെ മകന്റെ മേൽ ദൈവം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ഉപയോഗിക്കണമേ എന്ന് ദൈവസന്നി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ പ്രാർത്ഥന ആധുനികമായിട്ടുള്ള സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. തുടർന്ന് പ്രാർത്ഥനയോടെ ആയിരിക്കാം പ്രിയ ജിതേഷ് ദൈവത്തിന്റെ വാർത്ത ശുശ്രൂഷിക്കുന്നതിനായി ക്ഷണിക്കുന്നു. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് തന്ന ഈ നല്ല അവസരത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം ഇടയാക്കുന്നതിനായി സ്തോത്രം. കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരുമിച്ച് ന്യൂ ഇയറിൽ നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കുവാനിടയായി. അതിനുശേഷം 2 മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ പിന്നെയും സൂമിലൂടെ ഒക്കെ കാണാൻ പറ്റുന്നത്. എല്ലാവരും ക്ഷേമത്തോടെ ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കാര്യങ്ങളൊക്കെയും ഞാൻ ഗ്രൂപ്പിലൂടെയൊക്കെയും പാസ്റ്റിലൂടെയൊക്കെ കാര്യങ്ങളെല്ലാം അറിയുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ചില വിഷയങ്ങളുടെ മുമ്പാകെയൊക്കെ ഞങ്ങൾ പ്രാർത്ഥനയിലൊക്കെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കാനൊക്കെ ദൈവം അവസരങ്ങളെ ഒരുക്കി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് വൈകുന്നേര സമയം നമ്മളായിരിക്കുമ്പോൾ ഇവിടെ ഞാൻ സൂമിലൂടെയൊക്കെ പലപ്പോഴും മെസ്സേജുകളൊക്കെയും കൊടുക്കുവാൻ ദൈവം അവസരങ്ങൾ ഒരുക്കുന്നു. അപ്പോഴെല്ലാം നിങ്ങളൊക്കെ ഓർക്കാറുണ്ട് കൺമുമ്പാകെ. എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മളെ നല്ല ഭംഗിയായി നടത്തി. പ്രയാസങ്ങളുടെ വേള എല്ലാവർക്കും ഉണ്ടായിരുന്നു. ബുദ്ധിമുട്ടുകള്, പ്രയാസങ്ങള്, വേദനകള് എല്ലാം നമ്മുടെ ജീവിതത്തില് ഓരോ കാലഘട്ടങ്ങളിൽ നമ്മളെ ഇത് ചെയ്തുകൊണ്ടിരുന്നു. എങ്കിലും ദൈവം വിശ്വസ്തനായതുകൊണ്ട് നമ്മളെല്ലാം ദൈവം നടത്തി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ മീറ്റിങ്ങിൽ പങ്കെടുക്കണമെന്ന് സാംസൺ പറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ ഉള്ളിൽ വന്ന ചില വാക്യങ്ങളാണ് പറയാൻ. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്നു, ചിലർ കണ്ടിന്യൂസ് ആയി ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം എല്ലാം നമ്മൾ
പരിചയമുള്ള വാക്യങ്ങളാണ്. പക്ഷെ ഇന്ന് വൈകുന്നേരം ദൈവം എനിക്ക് തന്ന ഒരു ചിന്ത മാത്രം നിങ്ങളുടെ മുമ്പാകെ പങ്കിടുവാൻ ഒരു ആലോചന പരിശുദ്ധാത്മാവിൽ ഞാൻ ശരണപ്പെടുകയാണ്. 1 തെസ്സലോനിക്കരുടെ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിന്റെ അതിന്റെ ചാപ്റ്റർ 5 വേഴ്സ് 16 to 24 ആണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് തന്നത്. അത് 16-ാം വാക്യം, അതായത് 1 തെസ്സലോനിക്കരുടെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 16 തൊട്ട് 24 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മൾ വളരെ സുപരിചിതമായ വാക്യങ്ങളാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് വായിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ തന്ന ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. അതിനകത്ത് ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ ഇംഗ്ലീഷിൽ ജസ്റ്റ് ഒന്ന് വായിക്കാം. Rejoice always, pray continually, give thanks in all circumstances, for this is God's will for you in Christ Jesus. ദൈവത്തിന്റെ ഹിതമാണ് യേശു ക്രിസ്തുവിൽ. പിന്നെ പറയുന്നു, do not quench the spirit, do not treat prophecies with contempt, but test them all, hold on to what is good, reject every kind of evil. May God himself, the God of peace, sanctify you through and through. May your whole spirit, soul and body be kept blameless at the coming of the Lord Jesus Christ. The one who calls you is faithful and he will do it. നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതാണ്, സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എന്നിട്ട് കർത്താവിന് സകലമാന സാഹചര്യങ്ങളിലും സ്തോത്രം ചെയ്യുവിൻ, നന്ദിയോട് അവന്റെ സന്നിധിയിൽ കടന്നു വരുവീൻ എന്നുള്ള വാക്യം. ഇതാകുന്നു ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ ഹിതം എന്നൊക്കെ നമ്മൾ വായിക്കുന്നു. And rejoice എന്ന് പറയുന്ന ഒരു വാക്യം തൊട്ടാണ് എനിക്ക് ദൈവം തന്ന കുറെ കാര്യങ്ങൾ. നമ്മുടെ ലൈഫിൽ ഒക്കെയും ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ വന്നു. ഞാൻ വളരെയധികം ജോലിയിൽ കഴിഞ്ഞ നാളുകളിലൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. ബിസിനസ് കിട്ടുന്ന കാര്യത്തിലൊക്കെ, കാരണം ബിസിനസ് എല്ലാം ഓപ്പൺ അപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. നമ്മുടെ മുമ്പിൽ സാഹചര്യങ്ങളെല്ലാം ഇടുങ്ങി അടഞ്ഞു നിന്ന സ്ഥലത്തുനിന്ന് ഒരു പുതിയൊരു തുടക്കം പോലെയാണ് പല കാര്യങ്ങളും. അതിൻ്റെ ഇടയ്ക്ക് പലരും എന്താ പറയാ, ബിസിനസ്സുകൾ നിർത്തിപ്പോയി, ചിലർ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം എനിക്ക് നല്ലൊരു ബിസിനസ് കിട്ടാവുന്ന ഒരു വേളയിൽ എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, അപ്പൊ ഞാൻ കഴിഞ്ഞ നാളുകളിലൊക്കെ വളരെ ഡ്രൈ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജോലിയിൽ, ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കിട്ടാതെ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു എൻക്വയറി കിട്ടി, അല്ലെങ്കിൽ എനിക്കൊരു ബിസിനസിന്റെ ഒരു ആവശ്യം പറഞ്ഞു. ഒരാൾ എന്നെ അപ്രോച്ച് ചെയ്തപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെയാണ് അത് എടുക്കരുത് എന്ന് പറഞ്ഞു. അദ്ദേഹം നന്നായി ബിസിനസ് ചെയ്യുന്നു, എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരു സാഹചര്യം. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ ഞാൻ വളരെയധികം വിഷമിച്ചു. കാരണം എനിക്ക് കിട്ടാവുന്ന ആകെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മുമ്പിൽ ദൈവം തുറന്നത് അതാണ്. കാരണം അതിനുവേണ്ടി ദൈവം തുറന്നതാണെന്ന് പറയാൻ കാരണം അത് സാഹചര്യം കൊണ്ടോ ജസ്റ്റ് ലൈക്ക് ദാറ്റ് വന്നതൊന്നുമല്ല. ശരിക്കും പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ കാത്തിരുന്ന്, കൈകൾ മലർത്തി കാത്തിരുന്നിട്ട് വന്നൊരു അവസരമാണ്. അപ്പൊ ദൈവം എൻ്റെ കയ്യിലേക്ക് ആ അവസരം തരുന്ന സമയത്ത് എൻ്റെ ഒരു ചിന്ത, ഇത് ദൈവം എനിക്ക് തരുന്നു തൽക്കാലത്തേക്ക് മുമ്പോട്ട് പോകാൻ എന്നുള്ള ചിന്തയിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വ്യക്തി വന്നിട്ട് പറയണ, നമ്മള് ദാഹിച്ച് അല്ലെങ്കിൽ വിശന്നിരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ആരെങ്കിലും ഒരു കഷ്ണം ബ്രെഡോ ദോശയോ കൊണ്ട് വരുമ്പോൾ ഒരാൾ വന്നിട്ട് അത് എൻ്റെയാണ് എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ ഭയങ്കരമാണ്. ആ വ്യക്തി അങ്ങനെ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, കൈയിട്ടിട്ട് പറഞ്ഞു, ഇത് എൻ്റെ കസ്റ്റമറാണ്, ഇതിനെ എടുക്കാൻ പാടില്ല. എനിക്ക് ആദ്യം ആ വ്യക്തിയോട് ഭയങ്കര ദേഷ്യം തോന്നി. നമുക്ക് ശരിക്കും നമ്മുടെ ജഡം അങ്ങ് പുറത്തേക്ക് വരുന്ന പോലെ ഒരു അനുഭവമാണ്. നമ്മൾ എത്ര ആത്മീയരാണെന്ന് പറഞ്ഞാലും ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഞാൻ പറയുന്നത്. എല്ലാം ഉള്ളപ്പോൾ നമ്മുടെ കയ്യിൽ വരുന്നതല്ല, ഒന്നും ഇല്ലാതെ വർഷം മുഴുവൻ ഇരിക്കുകയാണ്. ഇപ്പൊ തരും, ഇപ്പൊ ദൈവം തരും, ഇപ്പൊ തരും എന്ന് പറഞ്ഞ് കയ്യിലേക്ക് വന്ന് വീഴുന്ന സമയത്ത് ഒരാള് അതിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ ബിസിനസിന്റെ ഡയറക്ടർ വന്ന് ചോദിച്ചു, എന്താണ് ഇനി ചെയ്യേണ്ടത്? ആ വ്യക്തിയുടെ ആണെന്നാണ് അത് വ്യക്തി പറയുന്നത്. ജിതേഷ്, അത് ആ വ്യക്തിയുടെ ആണെങ്കിൽ കൊടുക്കണം. ഞാന് കുറെ ചിന്തിച്ചു, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് വന്നൊരു കാര്യമാണ്, എൻ്റെ ബിസിനസിന്റെ ഭാഗമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, താങ്കൾ എന്താണോ പറയുന്നത് ഞാനത് ചെയ്യും. കാരണം ബിസിനസിന്റെ ഓണറാണ്, അദ്ദേഹമാണ് ഫൈനൽ ഡിസിഷൻ. അപ്പൊ ആ വ്യക്തി പറഞ്ഞു, എനിക്കിത് വേണം, ഞാനിത് എടുക്കും. അപ്പൊ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു, ഇത് എടുത്തോളാം. കാരണം എൻ്റെ മനസ്സിൽ ആ സമയത്ത് എന്നെ ഭരിച്ചൊരു വാക്യം, ദൈവത്തിന്റെ ആത്മാവ് ആ സമയങ്ങളിൽ നമ്മൾ പറയും ദൈവാത്മാവിന് ചർച്ചിലേ ഉള്ളൂ സ്വാധീനം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായിട്ട് പരിശുദ്ധാത്മ എന്നോട് പറഞ്ഞു, നിന്റെ കയ്യിലുണ്ടെങ്കിൽ, ഇതുണ്ട് നിന്റെ കയ്യിൽ അല്ലെ, ഇപ്പൊ നിന്റെ കയ്യിൽ വന്നിരിക്കുക, ഇല്ലാത്തവന് നീ കൊടുക്കണം. അവൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, അവൻ ഇല്ല എന്ന് പറഞ്ഞ് എടുക്കുകയാണ് എൻ്റെ അടുത്ത്.
അപ്പൊ ആ വാക്യം റോങ് ആണ്, അങ്ങനെയല്ല, അത് അതിന്റെ ആ എന്താണ് ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ മൈൻഡിൽ അതിനെ റെസ്ൽ ചെയ്യാണ്, ആ വാക്യത്തെ ഖണ്ഡിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഉള്ളിൽ. അതായത് അങ്ങനെയല്ല, ഇല്ലാത്തവന് കൊടുക്കണം എന്നല്ലേ, ഉള്ളവൻ ചോദിച്ചാൽ കൊടുക്കണം. അപ്പം പെട്ടെന്ന് ദൈവം വളരെ സ്ട്രോങ് ആയിട്ട് പറയാണ്, കൊടുക്കണം ചോദിച്ചാൽ. ഉള്ളവനാണ്, കയ്യിൽ ബിസിനസ് ഉള്ളവൻ, എനിക്കൊന്നുമില്ല, കയ്യിൽ വന്ന് വീണിരിക്കുന്ന ഒരു അവസരത്തെ എടുക്കുകയാണ്. ദൈവത്തിന്റെ ആത്മ ശക്തമായിട്ട് നീ കൊടുക്കുക എന്ന് പറയുന്നു. ഞാൻ പിറ്റേ ദിവസം രാവിലെ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം വേണമെങ്കിൽ മുഴുവൻ എടുത്തോട്ടെ. ഞാൻ എൻ്റെ ഉള്ളിൽ എന്നെ ഭരിച്ച ഒരു കാര്യം, ദൈവം ഒരു ഡൈനമിക് ഗോഡാണ്. എന്ന് വെച്ചാൽ ദൈവം എൻ്റെ അവസ്ഥ കൺമുമ്പാകെ കണ്ടോണ്ടിരിക്കുകയാണ്. ദൈവം അത് തള്ളിക്കളയാൻ തള്ളില്ല എന്നുള്ള ഒരു ഉറപ്പാണ് എൻ്റെ ഉള്ളില്. ദൈവം എൻ്റെ ആ നിസ്സഹായത, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കയ്യിൽ വന്ന വീണ അവസരം അവന്റെ ഒരു പഴയ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു പഴയ ക്ലയന്റിന്റെ ഒരു ആവശ്യമാണ്, ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എൻ്റെ കയ്യിൽ വന്നിരിക്കുന്നത്. ഞാൻ ആലോചിച്ച് ഈ ലോകത്തെ എത്രയോ ആൾക്കാരുണ്ട്, അവരുടെ ആരുടെ അവസരം തരാതെ ഒരു ഉള്ളവൻ, അതായത് ബിസിനസ്സിൽ നന്നായിട്ട് ലീഡ് ചെയ്യുന്ന ഒരാളുടെ ഓപ്പർച്യൂണിറ്റി എൻ്റെ കയ്യിൽ കൊണ്ട് തരുന്നു. ഞാനിത് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഉള്ളിൽ പറഞ്ഞു, മനസ്സുകൊണ്ട് ഞാൻ പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഡയറക്ടർ പറഞ്ഞു, വേണ്ട, നിങ്ങൾ രണ്ടുപേരും പപ്പാതി ചെയ്താൽ മതി എന്ന് പറഞ്ഞ് പുള്ളി അതിനൊരു തീർപ്പ് കൽപ്പിച്ചിട്ട് പോയി. അപ്പം അത് ആ വിഷയം അങ്ങനെ തന്നെ അങ്ങ് അവസാനിച്ചു. പക്ഷെ എന്നെ ഭരിച്ച ആ സമയത്തെ വാക്യങ്ങളും ആ ദിവസങ്ങളിലെ ചിന്തകളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അതായത് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് കേൾക്കുക എന്നുള്ളത് വലിയ ഈസി ആയിട്ട് തോന്നുന്നു നമുക്ക് കേൾക്കാൻ. പക്ഷെ നമ്മുടെ സാഹചര്യത്തിന്റെ മുമ്പിൽ കേൾക്കുന്നുണ്ടോ എന്നാണ് ദൈവം നമ്മെ ടെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ പറയാണ്, റിജോയ്സ് ഓൾവേസ്, എപ്പോഴും സന്തോഷിക്കുക. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു അവസരം തട്ടിയെടുക്കുമ്പോൾ കൂടിയും സന്തോഷിക്കുക. നിങ്ങളുടെ കയ്യിൽ അവസരം ഇല്ലാതിരിക്കുമ്പോഴും സന്തോഷിക്കുക. ഒരു പരാജിതനാവും എന്നുള്ള ഭയത്തോടെ നിങ്ങൾ മുമ്പോട്ട് ദിവസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ മുമ്പിലും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് റിജോയ്സ്. ഞാനത് ഇതിന്റെ ഒരു ഇൻട്രഡക്ഷന് വേണ്ടി ഇങ്ങനെ പറയാണ്. ആ സാഹചര്യങ്ങൾ കുറച്ചും കൂടെ വ്യക്തമാക്കാൻ വേണ്ടി പറയാണ് എങ്ങനെ നമ്മൾ റിജോയ്സ് ചെയ്യുന്നു എന്നുള്ളത്. 3-4 വർഷം മുമ്പ് എനിക്ക് ജോലി ഇല്ലാത്ത സമയത്ത് ഞാൻ ചർച്ചിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഒരാൾ ചോദിച്ചു, ബ്രദറെ എന്തുണ്ട് വിശേഷം? അപ്പം 7 മാസം ജോലി ഇല്ലാതെ നമ്മൾ ഇരിക്കുകയാണ്. ഞാൻ വളരെ സന്തോഷമായിരിക്കുന്നു. ദൈവം ഭയങ്കര ഹാപ്പിനെസ്സിൽ ഞാൻ നിൽക്കുകയാണ്. അപ്പൊ എന്റെ ഹാപ്പിനെസ് എന്താ വെച്ചാൽ, വ്യാഴാഴ്ച രാത്രി കഴിഞ്ഞു, അതുവരെ നമ്മൾ ഒരാഴ്ച ഞെരിഞ്ഞി വീട്ടിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ഒരു 5-10 പേരുള്ള കൂട്ടായ്മയിലൊക്കെ നമ്മൾ ചർച്ച് മീറ്റിംഗ് അല്ലെങ്കിൽ കോട്ടേജ് മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ ഫുൾ ഫ്ലെജ്ഡ് ഫ്രൈഡേ രാവിലെ ഇവിടുത്തെ വർഷിപ്പ് സമയം അല്ലെങ്കിൽ അവിടുത്തെ സൺഡേ രാവിലെ എന്നുള്ള പോലെ നമ്മൾ ദൈവത്തെ റീകണക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ആ ഹാപ്പിനെസ്സിൽ ഞാൻ വരികയാണ് ചർച്ചിലേക്ക്. അതായത് ഞാൻ ഇന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഫസ്റ്റ് സോങ്ങിൽ തന്നെ ഫുൾ കോൺസെൻട്രേഷനോടെ ദൈവത്തെ ആരാധിക്കണം. ഫസ്റ്റ് സോങ്ങിൽ തന്നെ ദൈവത്തെ സ്തുതിക്കണം. സമയം ഒട്ടും ഇങ്ങനെ എന്താ പറയുക ചിതറിപ്പോയി അവിടെ ഇവിടെ നോക്കി സമയം കളയരുത് എന്നൊക്കെ ഫുൾ ഫോക്കസ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് വരുവാണ് ചർച്ചിലേക്ക്. അപ്പൊ ഇതെല്ലാം ഭയങ്കര എക്സൈറ്റ്മെന്റിന് വരുന്ന സമയത്ത് ഈ വ്യക്തി എൻ്റെ അടുത്ത് ചോദിച്ചു, പെട്ടെന്ന് എൻ്റെ ആ എക്സൈറ്റ്മെന്റിന്റെ പുള്ളി വിചാരിച്ചു എനിക്ക് ജോലി ഏതാണ്ട് കിട്ടി, ആ സന്തോഷത്തോടെ വരുന്നത്. ഞാൻ ചോദിച്ചു, സുഖമായിരിക്കുന്നു ബ്രദർ, എന്തുണ്ട്? അപ്പൊ ആ റെസ്പോൺസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ട് ദൈവത്തെ ആരാധിക്കാൻ വരുന്ന രീതി വെള്ള ഷർട്ടൊക്കെ ഇട്ട് വന്നിരിക്കുക. പുള്ളി പറയുന്നു, ജോലിയൊന്നും ആയില്ല. ടക്കുന്ന് ഡൗൺ ആയി പോയി ഞാൻ. കാരണം പുള്ളി ഒരു വ്യക്തി എന്റെ സന്തോഷത്തെ കണ്ടപ്പോ ആ വ്യക്തി വിചാരിച്ചു എനിക്ക് ജോലി ഇല്ലാതെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ജോലി കിട്ടുന്നത് തീർച്ചയായിട്ടും സന്തോഷമാണ്, അല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ അത് ഇല്ല എന്ന് കാണുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിലെ കൗണ്ടനൻസ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മുഖഭാവം മാറിപ്പോയി, തളർന്നുപോയി. അതോടെ എനിക്കും പെട്ടെന്നൊന്നത് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് വരും. കാരണം ഞാൻ എന്നിട്ട് വളരെ ദൈവമേ എനിക്ക് പെട്ടെന്ന് എന്തോ പോലെ ആയിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ഞാന് വന്ന് ആരാധനയ്ക്ക് വന്ന് പായലങ്ങ് ഇരുന്നപ്പോ ദൈവത്തിന്റെ ആത്മാവ് പെട്ടെന്ന് ഒരു ഉദാഹരണം എൻ്റെ ഉള്ളിൽ തന്നെങ്ങനെയാണ്. പിന്നീടാണ് എനിക്ക് അതിന്റെ വ്യക്തതയൊക്കെ മനസ്സിലായത്. നിങ്ങൾ വിവാഹത്തിന് പോവാണ്, പെട്ടെന്ന് വഴിയിൽ വെച്ച് ഒരാളെ കാണുമ്പോൾ ഇങ്ങനെ കുഞ്ഞിന്റെ വിവാഹമാണ്, നിങ്ങൾ കടന്നു വരണം എന്ന് പറയുമ്പോൾ ആ വ്യക്തി പറയണം ശരി തീർച്ചയായിട്ടും വരാം, മോളുടെ വിവാഹമാണല്ലേ എന്നൊക്കെ പറയുകയാണെങ്കിൽ അവിടെ വെച്ച് ഓക്കെയാണ്. എന്നാൽ വിവാഹത്തിന്റെ ദിവസമായ വ്യക്തി കടന്നു വരികയാണെങ്കിൽ ഒരു പ്രത്യേക സന്തോഷമാണ്. നിങ്ങൾ ആ വ്യക്തി പറയാം ഞാൻ ഇന്നലെ കണ്ടാണല്ലോ, ഇനി പോകേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നതല്ലല്ലോ. ആ വ്യക്തി ഞാൻ ഇന്നലെ കണ്ടു, എന്നെ ക്ഷണിച്ചു, ഞാൻ ഇന്ന് നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കും. അത് പ്രത്യേക സന്തോഷമാണ്. ആ ക്ഷണം ക്ഷണിക്കുന്നവർക്കും ആ ക്ഷണം നല്ല അർത്ഥത്തിൽ സ്വീകരിക്കുന്നവർക്കും ആ വേദിയിൽ അവർ ഒന്നുകൂടെ കണ്ടുമുട്ടുമ്പോൾ
എന്നുള്ളത് പോലെ ആകുന്നു ദൈവവുമായിട്ടുള്ള ഇന്ററാക്ഷൻസ്. നമ്മൾ ചിലപ്പം ശനിയാഴ്ച രാത്രിയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാത്രിയോ നമ്മൾ പ്രെയർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഒരു സൺഡേ പോകുമ്പോൾ നമ്മുടെ എക്സൈറ്റ്മെന്റ് എത്രത്തോളമാണ്, നമ്മൾ എത്രമാത്രം എൻകറേജ്ഡ് ആണ് എന്ന് ദൈവം വളരെ സൂക്ഷ്മമായി പരിശോധിക്കുന്നു. അത് പ്രെയർ നടത്തുന്നവരുടെ കാര്യം മാത്രമല്ല, പ്രെയറിനെ അറ്റൻഡ് ചെയ്യുന്നവർ കൂടി നാം അങ്ങനെ ആയിരിക്കണം ദൈവം ആഗ്രഹം. അവിടെ അതുകൊണ്ടാണ് ഈ വാക്യം വന്നത്, റിജോയ്സ് ഓൾവേസ്. എപ്പോഴും റിജോയ്സ് ചെയ്യുക, അല്ലാതെ ഗ്ലൂമി ആയിട്ട് ഇരിക്കണ്ട. ചാൾസ് സ്പർജൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ റിജോയ്സ് ചെയ്യാതെ അതിന്റെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കണമെങ്കിൽ എന്ത് ജോയ്ഫുൾ ക്രിസ്ത്യൻ ലൈഫിനെ കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്? അപ്പൊ ബൈബിള് പറയുന്നതും പരിശുദ്ധാത്മ പറയുന്നതും കറക്റ്റ് ആണ്. റിജോയ്സ് ഓൾവേസ്, എപ്പോഴും സന്തോഷിക്കുക. ഗോഡ് ഇസ് എ ഡൈനമിക് ഗോഡ്. ദൈവം നിങ്ങളെ കാണുന്നു. എന്നെ ഭരിക്കുന്ന ഒരു വാക്യമാണ് എപ്പോഴും. ദൈവം വളരെ ഡൈനമിക് ആണ്. എന്ന് വെച്ചാൽ ദൈവം മറ്റൊരാളുടെ ജീവിതത്തിൽ ചെയ്ത അതേ പാറ്റേൺ നമ്മുടെ ലൈഫിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ്. ഇപ്പൊ ഒരാൾ കഷ്ടതയിൽ വന്നു, ആ വ്യക്തിയെ ദൈവം അനുഗ്രഹിച്ചു. എന്നാൽ ഞാൻ കഷ്ടതയിലാവുമ്പോൾ എന്നെ ഈ രീതിയിലാണ് ദൈവം അനുഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ പാറ്റേൺ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പലപ്പോഴും സാക്ഷ്യം കേൾക്കുമ്പോഴെല്ലാം നമുക്ക് എൻകറേജ്മെന്റ് വരുമ്പോഴെല്ലാം അറിയാതെ നാം പാറ്റേൺ വെക്കുകയാണ്. പാറ്റേൺ വെക്കണ്ടെന്നല്ല, അതിന് താഴെ പോകരുത്. പക്ഷെ ഗോഡ് ഇസ് ഗോയിങ് ടു ഡു സംതിങ് ബിഗ്. ദൈവം വളരെ വ്യത്യസ്തമായ ഒരു കാര്യം എന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോവാണ്. മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്ത പോലെയല്ല, എന്റെ ജീവിതത്തിൽ ദൈവം വളരെ വ്യത്യസ്തമായി ചെയ്യുന്നു. ബിക്കോസ് ഗോഡ് ഇസ് എ ഡൈനമിക് ഗോഡ്. വളരെ ഒരു ഡൈനമൈറ്റ് എന്ന് പറയുന്ന ഒരു വാക്യം തന്നെ എന്താ പറയാ, ഒരു പൊട്ടിത്തെറി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അത് ആ ഒരു ഡൈനമിക് ഫേസ് ആണ് ദൈവത്തിന്റെ ഉള്ളത്. കാര്യങ്ങൾ ടകടകയെന്ന് ദൈവം കാര്യങ്ങളെ മാറ്റുന്നു. ദൈവം കാര്യങ്ങളെ കൂട്ടിമുട്ടിക്കുന്നു, പെട്ടെന്ന് കാര്യങ്ങളെ വ്യത്യസ്തമാക്കുന്നു. ഗേസി സംസാരിക്കുന്ന സമയത്ത്, വിധവ കടന്നു വരുന്ന സമയത്ത് ഇതാകുന്നു ആ വിധവ, ഇതാണ് ആ ബാലന്റെ കാര്യം. ഞാൻ ഇതിനെ കുറിച്ചാണോ രാജാവ് അപ്പൊ ആ എൻകൗണ്ടേഴ്സ് ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തില്. അത്രയും സൂക്ഷ്മമായിട്ട് ദൈവം ഇത് എന്താ പറയാ മെനഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ ജീവിതം. നമുക്ക് പ്ലെയിൻ ലൈഫ് ഇന്നലെ ഇന്നും നാളെയൊക്കെ സെയിം ആയിട്ട് തോന്നുമെങ്കിലും ദൈവത്തിന്റെ ഇന്റർഫിയറൻസ് ഭയങ്കര ഹൈ ആണ്. ആര്? ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക്. അപ്പം ബൈബിള് നമ്മുടെ അടുത്ത് പറയുന്നു റിജോയ്സ് ഓൾവേസ്. പിന്നെ അടുത്ത് പറയുന്നു 17ാമത്തെ വാക്യം, പ്രേ കണ്ടിന്യൂസ്ലി. അതായത് കമ്മ്യൂണിക്കേഷൻ ദൈവമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കീപ്പ് ചെയ്യണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കസ്റ്റംസ് കീപ്പ് ചെയ്യാൻ നമുക്ക് ഇൻട്രസ്റ്റ് ആണ്. പ്രാർത്ഥനയ്ക്ക് വരുന്നു, മുട്ടയിലിരിക്കുന്നു, നാം പ്രാർത്ഥിക്കുന്നു, വളരെ റിച്ചഡായിട്ട് ഒരു പാട്ട് പാടുന്നു, അല്ലെങ്കിൽ ആരാധന ചെയ്യുന്നു. ടൈം ബൗണ്ട് ആക്ടിവിറ്റീസ് ആണ്, അത് നല്ലതാണ്, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ പറയുന്നു പ്രേ കണ്ടിന്യൂസ്ലി. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഫ്ലൂയിഡ് ഫ്ലോയിങ് കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് നാം എന്റെ അടുത്ത് ഒരാൾ ചോദിച്ചു എങ്ങനെയുണ്ട് ആത്മീയ ജീവിതം, ഞാൻ പറഞ്ഞു നന്നായിരിക്കുന്നു പോകുന്നു. അപ്പൊ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറഞ്ഞു രാവിലെ 6:30 ഓഫീസിൽ പോകും, വൈകുന്നേരം 7:30 8 മണിയാകുമ്പോൾ വരും. ഇതിന്റെ ഇടയ്ക്കാണ് പ്രാർത്ഥന നടക്കുന്നത്. അയ്യോ, വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കത്തില്ലേ? ഞാൻ അതിന്റെ ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമായിട്ട് ഞാൻ കണക്റ്റഡ് ആണ്, ഞാൻ ദൈവമായിട്ട് സംസാരിക്കുന്നു, ദൈവം എനിക്ക് ആലോചന പറഞ്ഞു തരുന്നു, എനിക്ക് ദൈവം എന്നെ ബുദ്ധി ഉപദേശിക്കുന്നു, എന്നെ കറക്റ്റ് ചെയ്യുന്നു, എന്നെ ഡിസിപ്ലിൻ ചെയ്യുന്നു, എന്നെ ചീത്ത എല്ലാം ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. പക്ഷെ ആ വ്യക്തിക്ക് അത് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വൈകുന്നേരം വന്ന് മത്തായി സുവിശേഷത്തിൽ വന്ന് നിങ്ങൾ റൂം അടച്ച് പ്രാർത്ഥിക്കണമെന്നുള്ള ഒറ്റ കൺസെപ്റ്റിൽ പുള്ളി ഇരിക്കുകയാണ്. അത് തെറ്റാണെന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ചെയ്യണം. പക്ഷെ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ഡിഫറെന്റ് ആയതുകൊണ്ട് you are not trying to fit into the old testament method അല്ലെങ്കിൽ fit into the biblical methodലേക്ക് നമ്മൾ വരാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രോഗ്രസീവ് ക്രിസ്ത്യാനിറ്റിയും കൂടിയാണ്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങൾ മാറിക്കഴിയുമ്പോൾ, ഇനിയിപ്പോ ഞാൻ വീട്ടിൽ പോയി റൂം അടച്ചിട്ടേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ഭയങ്കര ഡിസാസ്റ്റർ ആണ്. നിങ്ങളുടെ യാത്രകളിലും നിങ്ങളുടെ ജീവിതത്തിലും ഇരിക്കുമ്പോഴെല്ലാം ഇനി അങ്ങനെയാണത് ഇപ്പോഴത്തെ കാര്യമാണോ? അല്ല. പണ്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാൻ അടുക്കളയിൽ ഇരുന്ന് പ്രാപിച്ചവരുണ്ട്. ഇവിടെ ആന്റി ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പ്രാവശ്യമാണ്. അപ്പം ഞാൻ പലപ്പോഴും എങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അഭിഷേകം പ്രാപിക്കുക, അത്രയ്ക്കും ഇൻവോൾവ്മെന്റ് ആണ് ഹോളി സ്പിരിറ്റുമായിട്ട്. ഒരു പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ എന്നെ വളരെ ഇൻസ്പയർ ചെയ്ത കുറെ എൻകൗണ്ടേഴ്സ് ആണ്. ദൈവത്തിന്റെ ആത്മാവ് ഒരുവന്റെ മേൽ വരാൻ ഒരു സമയം വേണ്ട. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഒട്ടും വേണ്ട. യു ക്യാൻ പ്രേ എനിവെയർ എനി ടൈം. വളരെ രസകരമായിട്ട് ഞാൻ പറയും, ഈ ഷേവിംഗ് പ്രെയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. രാവിലെ നാം പല്ല് തേക്കുമ്പോഴും ഷേവ് ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കണം. അത് എൻ്റെ ലൈഫിലെ ഒരു വലിയ എൻകൗണ്ടർ സംഭവം നടന്ന ആദ്യം വീണ്ടും ജനനം സംഭവിച്ച ദിവസം ഞാൻ വിചാരിച്ചത് അന്നുകൊണ്ട് തീർന്നു എന്ന് വിചാരിച്ചു. കാരണം എനിക്ക് അതിന് മുമ്പ് ഒരു എൻകൗണ്ടർ ഇല്ല. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കാൻ ബ്രഷ് എടുത്തപ്പോഴാണ് ആ തോട്ട് പ്രോസസ്സ് വരുന്നത്. ദൈവം എന്ത് ചെയ്യുന്ന, ഇപ്പൊ ദൈവം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ടേ ഉള്ളൂ, പക്ഷെ ഇന്നലെ ഞാൻ ദൈവമായിട്ട് കുറെ കാര്യങ്ങൾ സംസാരിച്ചു. ഇപ്പൊ വാട്ട് ഈസ് ഗോഡ് ഡൂയിങ് നൗ?
അപ്പൊ ആ പ്രേയിങ് കണ്ടിന്യൂസ്ലി എന്നുള്ള സിസ്റ്റത്തിലേക്ക് നമ്മൾ ആവാൻ പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അപ്പം ഇവിടെ കാണുന്നു, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. അടുത്തത് ഒരു കോൺസ്റ്റന്റ് ഫ്ലോയിങ് സ്പിരിച്വൽ പ്രയർ മെറ്റീരിയൽ, ഒരു മെറ്റമോർഫിസം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഒരു റിജിഡ് അറ്റ്മോസ്ഫിയറിന് കിടക്കും. അത് തെറ്റാണെന്നല്ല, നമുക്ക് അങ്ങനെ സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാതിലടച്ചിരുന്ന് നാം പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം. അതൊക്കെ നമ്മുടെ ഒരു ദൈവം പറയുന്ന ഒരു മെത്തേഡാണ്. പക്ഷെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും എന്നാ പിന്നെ വീട്ടിൽ പോയിട്ട് പ്രാർത്ഥിക്കാം, അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് ഇപ്പോൾ തന്നെ നാം പ്രാർത്ഥനയിൽ എൻഗേജ്ഡ് ആയിരിക്കുക ദൈവത്തിന്റെ ആത്മാവിൽ. അതിന് ഏറ്റവും വലിയ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു മെത്തേഡാണ് അന്യഭാഷ. അന്യഭാഷയിൽ നിരന്തരം നാം കണക്റ്റഡ് ആയിരിക്കാൻ ദൈവം സാധിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്തത് അതിന്റെ 18ാമത്തെ വാക്യം ഇങ്ങനെയുണ്ട്, ഗിവ് താങ്ക്സ് ഇൻ ഓൾ സർക്കംസ്റ്റാൻസസ് ഫോർ ദിസ് ഇസ് ഗോഡ്സ് വിൽ ഫോർ യു ഇൻ ക്രൈസ്റ്റ് ജീസസ്. അപ്പൊ ഗിവ് താങ്ക്സ്. അപ്പൊ താങ്ക്സ് ഗിവിങ് എന്ത് സംഭവിക്കും? ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് താങ്ക്സ് ഗിവിങ്ങില്? എ സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു നന്ദി. ദൈവമേ, എന്നെ ഇത്രയും നടത്തി, ദൈവം ഇത്രയും ചെയ്തു, ഇന്ന് എന്റെ ജീവിതം ദൈവം പറയാണ്. ദൈവം നിങ്ങളുടെ ആലോചിച്ചു, നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയണേ, ജിതേഷെ ഇന്ന് കഴിഞ്ഞു, നിന്റെ ലാസ്റ്റ് ഡേ ആട്ടോ ഇന്ന് എന്ന് പറയുമ്പോൾ are we in a sense of gratitude? അയ്യോ ദൈവമേ, ഞാൻ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു, മിനിസ്ട്രി കാര്യങ്ങൾ, അല്ലെങ്കിൽ ജോലിയിൽ ഒത്തിരി സാധ്യതകൾ, നാളെ എനിക്ക് ഒരു പ്രൊമോഷൻ. നമുക്കിതൊന്നുമില്ല. മൂടൻ അവന്റെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇന്ന് നിന്റെ ആത്മാവ് നിന്നിൽ നിന്ന് വിളിച്ച് നീ എന്ത് ചെയ്യുമെന്ന് കഴിക്കുന്ന ബൈബിള്. അപ്പൊ നമ്മൾ പലപ്പോഴും പ്ലാൻഡും കാൽക്കുലേഷൻസും ഷെഡ്യൂൾസിലേക്ക് പോകുമ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന, തെറ്റാണെന്നല്ല ഞാൻ പറയും, ദൈവം അവസരം ഓരോ ദിവസവും ബോണസ് ആയിട്ട് തരുമ്പോ അല്ലെ. ഇപ്പൊ നമ്മള് ഈ ഇവിടേക്കുള്ള സൺഡേ സ്കൂളിൽ ഞാൻ ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പൊ എല്ലാവരും പറയുന്ന ഒരു ക്ലീശ ഉണ്ട്, ഇറ്റ് വാസ് ഗുഡ്, നല്ലായിരുന്നു, ഗുഡ്, ഹൗ ആർ യു ഡൂയിങ്, ഗുഡ്. ഞാൻ ചോദിച്ചു, ഈ ഗുഡ് എന്ന് പറയുന്ന പെട്രോൾ പമ്പിലോ അല്ലെങ്കിൽ ഗ്രോസറിയിൽ നിൽക്കുന്ന ആളും പറയുന്നത് തന്നെയാണ്, ഇറ്റ്സ് ഗുഡ്. ഇംഗ്ലീഷിൽ ചോദിച്ചാൽ ഹൗ ആർ യു ഡൂയിങ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ഗുഡ്, ഐ എം ഫൈൻ എന്നാ പറയുന്നത്. നമുക്ക് എന്താ വ്യത്യസ്തമായിട്ട് പറയാനുള്ള? ദൈവം ഒരു ബോണസ് ആയിട്ട് ഒരു ദിവസം തന്നിരിക്കുക. അപ്പം ഇറ്റ് ഈസ് ഓസം, മൈൻഡ് ബ്ലോ. അങ്ങനെ പുതിയ വാക്കുകൾ ഞാൻ കുഞ്ഞുങ്ങളെ ഒന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം അവർ ആ ക്ലീശയിൽ പോവാതിരിക്കാൻ വേണ്ടി ഞാൻ അവരോട് ചോദിക്കുന്നത്, നമ്മുടെ ജീവിതത്തിലും ഒരു ഡേ വരുന്നത് ദൈവത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരു ദിവസം, ഒരു നന്ദി പ്രകടനത്തിന്റെ ദിവസം ദൈവം തന്നിരിക്കുക. ഇന്നൊന്നും നടന്നില്ലെങ്കിലും നന്ദിയാണ്. എന്നിട്ട് പറയാണ്, ഇവിടെയാണ് അതിന്റെ രസം, പറയാണ് ഗിവ് താങ്ക്സ് ഇൻ ഓൾ സർക്കംസ്റ്റാൻസ്, എന്നിട്ട് ഒരു സെമി കോളൻ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഒരു കാര്യത്തിലേക്കാണ് വരുന്നത്. ഫോർ ദിസ് ഇസ് ഗോഡ്സ് വിൽ ഫോർ യു ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഇതാകുന്നു ക്രിസ്തു യേശുവിൻ ദൈവഹിതം. ദൈവഹിതം അന്വേഷിക്കാനാണല്ലോ നമ്മളെല്ലാവരും നിൽക്കുന്നത്. അപ്പൊ ഇവിടെ ബൈബിള് പറയുന്ന ഇതാകുന്നു ദൈവഹിതം. എന്ത്? കർത്താവിൽ സന്തോഷിക്കുക, ഗ്ലൂമിയായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 2, ദൈവത്തെ ഡൈനമിക്കായി കണ്ടുകൊണ്ട് കണ്ടിന്യൂസ് ആയി പ്രാർത്ഥിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. 3, സ്തോത്രം ചെയ്യാൻ, നന്ദി പറയാൻ. ദൈവം എനിക്കൊരു നന്ദിയുണ്ട്. നന്ദിയുടെ വാക്ക് ഒരു അവിശ്വാസി ഏത്തീസ്റ്റിനെ കുറിച്ച് പറയുന്നത് എന്താ അറിയോ? അതിന്റെ നമുക്കത് മനസ്സിലാവുന്ന, നമുക്ക് ദൈവം എന്നുള്ള കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് ഒരു ഏത്തീസ്റ്റിക് ഫ്രെയിംവർക്കിൽ an atheist has nobody he can thank for എന്ന് പറയുന്നത്. ഒരു അവിശ്വാസിക്ക് ആരോടും നന്ദി പറയാനില്ല. അവിശ്വാസി എന്ന് വെച്ചാൽ മറ്റു ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളല്ല. ദൈവം ഇല്ല എന്ന് പറയുന്നവന് ആരോടും നന്ദി പറയാനില്ല. ആരോടാണ് നന്ദി പറയുന്നത്? അവന്റെ ഉള്ളിൽ തന്നെ അവന് ദൈവം ഇല്ല എന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. ബൈബിള് വളരെ എംഫസൈസ് ചെയ്ത് പറയാണ്, ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ വിൽ, ദൈവത്തിന്റെ ഇഷ്ടം പറയാണ്. എന്താണ്? ഗിവ് താങ്ക്സ്. ഗ്രാറ്റിറ്റ്യൂഡ് ഹാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് ദൈവമക്കളെ. നമ്മുടെ ലൈഫിൽ ഈ 3 കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് പറയാണ്. 1, സന്തോഷിക്കുക. നാം സിറ്റുവേഷൻസിൽ സന്തോഷം കണ്ടെത്തുന്നവരായി തീരണം. 2, നമുക്കത് ബുദ്ധിമുട്ടാണ്, കാരണം അതിന്റെ എല്ലാ ഫേസസിലും ഞാൻ പോയിട്ടുണ്ട്. ദുഃഖത്തിലൊക്കെ ആയിപ്പോണ്ട് പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, വേണ്ട, ഈ സന്തോഷമൊക്കെ നിർത്തി മതി, എല്ലാം ഈ കെട്ടി പൂട്ടാം എന്നുള്ളൊക്കെ ചിന്ത വരും നമ്മുടെ മനസ്സിൽ. ഓരോ സിറ്റുവേഷൻ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടു പോകുമ്പോൾ. ഒരു പ്രാവശ്യം വീണാൽ കുഴപ്പമില്ല, കണ്ടിന്യൂസ് ആയി നമ്മൾ വീണോണ്ടിരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് പറയും ഇനി എനിക്ക് കാര്യമില്ല. എങ്കിലും ആ ലാസ്റ്റ് പോയിന്റിൽ എഴുന്നേക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം നമ്മുടെ സ്പിരിറ്റിനെ കെടുത്തി കളയുന്നില്ല. അതാണ് അത് അണയുന്ന തീയെ കെടുത്താത്തവൻ. ഇപ്പൊ അണയുമെന്നുള്ള സിറ്റുവേഷനിൽ ഇരിക്കുക, കത്തി കത്തി ഇതാ തീർന്നു, കഴിഞ്ഞു, ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല, ഇനി അടുത്ത ഒരു വർഷം പോലും എനിക്ക് ചിന്തിക്കാൻ പേടിയാ, അടുത്ത ഒരു ആഴ്ച പോലും ചിന്തിക്കാൻ പേടിയാ, അടുത്തൊരു ദിവസം പോലും എനിക്ക് ചിന്തിക്കാൻ പേടിയാണെന്നുള്ള സ്ഥലത്ത് ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, അണയുന്ന തിരി കെടുത്താത്തവനാണ് ദൈവം. എന്ന് വെച്ചാൽ ദൈവം അത് ഊതിക്കെടുത്തുന്നില്ല. അതിനെ ദൈവം, നമ്മൾ അടുത്ത വാക്യങ്ങൾ അതിന്റെ കുറച്ചും കൂടി ക്ലാരിറ്റി ഞാൻ വരും. അപ്പൊ ഇതാകുന്നു ദൈവത്തിന്റെ ഹിതം. ഇറ്റ് ഈസ് വിൽ ഓഫ് ഗോഡ്, നോട്ട് ദാറ്റ് യു മസ്റ്റ് ഡു ഇറ്റ്. ഇത് ചെയ്യണം എന്നുള്ളതല്ല, ബട്ട് നിങ്ങൾക്കിത് ചെയ്യാം.
പരിശുദ്ധാത്മാവ് പറയുന്നു ഇത് ചെയ്യാൻ ദൈവത്തിന് ഇഷ്ടമാണ് നിങ്ങളെക്കുറിച്ച്. അതായത് ഇങ്ങനെ ചെയ്യുന്ന ഇങ്ങനത്തെ സ്വഭാവത്തിന്റെ ഡിസിപ്ലിൻ നമ്മളിൽ നാം ഉണ്ടാക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒരു കഷ്ടത മുമ്പിൽ വരുമ്പോൾ ബ്രദറെ സന്തോഷിക്കും, എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ദേഷ്യം വരും. ആള് പറയും ഇയാൾ എന്താ ഈ പറയുന്നത്, എന്റെ ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അതല്ല, പക്ഷെ നമ്മുടെ ലൈഫിൽ ഡിസിപ്ലിൻ ആക്കുമ്പോൾ നമ്മുടെ ലൈഫിലുള്ള സന്തോഷത്തെ വ്യക്തികൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. ഏത് കഷ്ടതയിലിരിക്കുമ്പോൾ, 1 കോടിയുടെ ലോട്ടറി അടിക്കുമ്പോഴല്ല, നാം കഷ്ടതയിലിരുന്ന് നമുക്കൊരു ചാൻസ് ഇല്ലാന്ന് പുറത്ത് ആള് വിധി എഴുതുമ്പോഴും നമ്മൾ സന്തോഷത്തോടെ ആയിരിക്കുമ്പോൾ ആ ഒരു വ്യത്യാസം, ആ ഒരു എൻകറേജ്മെന്റ്, ആ കോൺഫിഡൻസിനെ ദൈവം ലിഫ്റ്റ് ചെയ്യും. ആ താഴ്ന്നിരിക്കുന്ന മുഖത്തെ ദൈവം ആദരിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്ന് പറഞ്ഞ ദൈവമാണ്. അടുത്തത്, ഡു നോട്ട് ക്വെഞ്ച് ദ സ്പിരിറ്റ്. ആത്മാവിനെ തുച്ഛീകരിക്കരുത്. അതായത് ക്വെഞ്ച് എന്ന് പറയുന്നത് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു തീ വരുമ്പോൾ അതിനെ ക്വെഞ്ച് ചെയ്യുക, അതിനെ കെടുത്തിക്കളയുക. അതായത് എന്തൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിൽ, ഒരുപക്ഷെ ചിലർ ഡൗട്ടായിരിക്കും, ഈ കാലഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിനെതിരെ ഒരു വലിയ സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അത് ശരിയല്ല, ഇത് ശരിയാണ്. പരിശുദ്ധാത്മാവിൽ വ്യക്തികൾ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ക്രിറ്റിസിസം ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ഫേസ് ചെയ്യണം. ഞാൻ ഒത്തിരി ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് വ്യക്തികളോട് സംസാരിക്കുമ്പോഴെല്ലാം അതിനെ ക്രിട്ടിസൈസ് ചെയ്യുവാണ്. ചിലവരൊക്കെ അതിനെ വലിയൊരു നേട്ടം പോലെ പറയാണ്. ഒരാൾ എന്നോട് പറയാനിടയായി, ഫോൺ വിളിച്ചു, അപ്പൊ പറഞ്ഞു എങ്ങനെ പാസ്റ്റർ എന്ത് ടൈപ്പ് ശുശ്രൂഷ? അപ്പൊ പുള്ളി പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിക്കും, ദൈവം എനിക്കൊരു ആലോചന തരുവാണെങ്കിൽ പറയും. പുള്ളി എന്നോട് പറയാണ് ഒരു ലജ്ജയില്ലാതെ, ഞാൻ പാസ്റ്ററോട് എന്നാ പിന്നെ ആട്ടെ പാസ്റ്റർ പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ടുണ്ട്. ഇത് പ്രവാചകനാണെന്ന് അറിഞ്ഞപ്പോൾ പുള്ളി ഫോൺ വെച്ചുപോയി. ഞാന് അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു പ്രവചന ശുശ്രൂഷ ചെയ്യുന്ന, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ വ്യക്തിയിലൂടെ അല്ലെങ്കിൽ വൈഫിലൂടെ പറഞ്ഞ ആ ആലോചന എന്റെ ജീവിതത്തിൽ നിറവേറിയെന്നാണ് പറഞ്ഞത്. പിന്നെ പുള്ളിക്കൊന്നും പറയാനില്ല, പെട്ടെന്നായി പോയി. അപ്പൊ ഇത് ശുശ്രൂഷ ചെയ്യാതിരിക്കുന്ന വ്യക്തികൾക്ക് ഇതൊരു ഒരു തരം അസ്വസ്ഥതയാണ്, അവർക്കൊരു അസൂയയാണ്, അവർക്കൊരു വേദനയാണ് ഇത് കാണുന്നത്. ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയെ, കാരണം തെറ്റിപ്പോവാം, അതിനെല്ലാം അവര് ഈ ലോകത്ത് കാണാത്ത റീസൺസ് വരും. എന്നാൽ ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾക്കൊരു ആലോചന എടുക്കാൻ പറ്റുമോ? ഞാൻ ഒരാളോട് പറഞ്ഞു, നിങ്ങൾക്ക് പ്രശ്നമാണ്, നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുക, ഒരു ദൂത്, എന്നാൽ താങ്കൾ ഒരു ദൂത് പറയും. അത് അവർക്ക് പറ്റില്ല. എന്നാൽ താങ്കൾ ഒരു ആലോചന പറയും ദൈവത്തിൽ നിന്ന്, അതറിയില്ല. അപ്പൊ ആലോചന പറയാൻ ഒട്ടും അറിയാത്തവർ ആലോചനയ്ക്ക് എതിരെ സംസാരിക്കുന്ന ഒരു കാലഘട്ടം. ഒരു ആശ്വാസം പറയാൻ ഒരു വാക്കില്ലാത്തപ്പോൾ ആശ്വാസം പറയുന്നവരെതിരെ സംസാരിക്കുന്ന വ്യക്തികൾ. നമ്മുടെ ലൈഫിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യത്തെയാണ് അവർ അബ്യൂസ് ചെയ്യുന്നത്. പ്രവചന ശുശ്രൂഷ, പരിശുദ്ധാത്മാവിന്റെ കൃപാവരം എന്നുള്ളത് ബൈബിൾ എഴുതിയ പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ആവശ്യത്തിന് നമ്മളത് അറിയുന്ന പോലുമില്ല. മിസ്യൂസിനെ കുറിച്ച് മാത്രം, അനാവശ്യമായ ഉപയോഗങ്ങളെ കുറിച്ച് നമുക്ക് നല്ല അറിവാണെങ്കിലും നമുക്കത് എങ്ങനെ പ്രാപിക്കാം, എനിക്ക് എന്റെ ജീവിതത്തിലേക്ക്, അനേകരുടെ ജീവിതത്തിൽ എങ്ങനെ ആശ്വാസമായിട്ട് പോവാം, എങ്ങനെ ഒരു ദൈവാലോചന. ഞാൻ മുമ്പ് നേരത്തെ ഒരു ചർച്ചിൽ ഒരു സ്ഥലത്ത് സുവിശേഷ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കുറവായിട്ട് തോന്നുകയാണ്. ദൈവമേ, ഒരു ആലോചന പറയാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വേദന. പലപ്പോഴും നമ്മുടെ ലൈഫിൽ അങ്ങനെ വരാറില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ തെറ്റിദ്ധാരണകൾ നമ്മുടെ തലയിൽ കുത്തിക്കയറ്റിയിരിക്കുകയാണ്. ദൈവം എന്നാകുന്ന ആത്മാവിനെ തുച്ഛീകരിക്കരുത്. ഒരു ഡൗട്ട് കൊണ്ട് ഒരു അസ്വസ്ഥത, അത് ചിലപ്പോൾ തെറ്റായിരിക്കാം. എക്സ്പീരിയൻസ് ഒരാള് ദൂത് പറഞ്ഞാൽ പോലും നമ്മൾ പലപ്പോഴും പറയും, ഇല്ല, അത് ചിലപ്പോൾ മാറാൻ ചാൻസ്, അത് ഈ വിഷയത്തോട് ആയിരിക്കില്ല എന്നൊക്കെ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാണ്, ദൈവത്തിന്റെ ആത്മാവിന്റെ ആലോചനയ്ക്ക് വരെ ചിലപ്പോൾ നമ്മുടെ ബന്ധങ്ങൾ വരെ മാറിപ്പോണ്ട സാഹചര്യങ്ങൾ വരും. ചിലപ്പോൾ നമ്മുടെ നല്ല സൗഹൃദ ബന്ധങ്ങൾ, ആത്മീയ ബന്ധങ്ങൾ പോലും ഒരു ആലോചന മുമ്പാകെ നമ്മൾ ഇട്ടെറിയേണ്ടി വരും. അതിന് നമ്മൾ പഴി ഒത്തിരി കേൾക്കണം. പക്ഷെ ദൈവത്തിന്റെ ആലോചന പറഞ്ഞു എന്നുള്ളതാണ്, ദൈവത്തിന്റെ ആലോചന ഞാൻ വിശ്വസിച്ചു എന്നുള്ളത് മാത്രമേ നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ളൂ. ബന്ധങ്ങൾക്ക് പോലും ഒരു വില കൽപ്പിക്കുന്ന ചിലപ്പോൾ ആലോചന ബേസിസിലായിരിക്കാം. ഞാൻ ദൈവാത്മാവിന്റെ ആലോചനയെ തുച്ഛീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് മുമ്പോട്ട് നടന്നവന്റെ ജീവിതത്തിലെല്ലാം ഞാൻ കണ്ടിരിക്കുന്നത് ദൈവ ആലോചനയാൽ നിറച്ചിട്ടുണ്ട്. അത് തെറ്റാനുള്ള ചാൻസ് കുറവാണ്, ഒരിക്കലും തെറ്റുന്നില്ല അത്. എന്നാൽ ആലോചനയെ സംശയത്തോടെ കാണുകയും അന്ന് ചോദിച്ചു കളയാം എന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ പലപ്പോഴും ഇതേ പ്രശ്നങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഗോഡ് ഇസ് എ ഡൈനമിക് ഗോഡ്. ദൈവം ശ്രദ്ധിക്കുന്നു നിങ്ങൾ എന്തുമാത്രം ആത്മാവിനെ അനുസരിക്കുന്നു എന്നല്ല. ഇവിടെ പറയുന്നു, ഡു നോട്ട് ക്വെഞ്ച് ദ സ്പിരിറ്റ്. ഇപ്പൊ ഡൗട്ട്, ഇൻഡിഫറൻസസ്, നമ്മുടെ റിജക്ഷൻ എല്ലാം ദൈവം ക്വെഞ്ചിങ് കണക്റ്റഡ് ആണ്. നമ്മൾ ഒരാളെ കാണുമ്പോൾ, വഴിയിൽ നമ്മൾ കാണുമ്പോൾ ഒരു ആത്മാവിനെ
തുച്ഛീകരിക്കരുതെന്നുള്ള ഒരു ഏറ്റവും വലിയ തെളിവ്, നമ്മൾ ഒരാളെ കാണുമ്പോൾ ബ്രദർ എന്തുകൊണ്ട്, സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു, കഴിഞ്ഞ ആഴ്ച ബ്രദറിനെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷമാണ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഒരു ഓക്സിജൻ ഇട്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പുള്ളി അങ്ങ് ബൂസ്റ്റ് ആയില്ല, ആ കത്തുന്ന തീ അങ്ങ് ആളിക്കത്തും. എന്നാൽ നമ്മൾ കാർബൺ ഡയോക്സൈഡ് ഈ തീ വരുമ്പോൾ അടിക്കുന്ന സാധനം ഉണ്ടല്ലോ, ആ പുക അതൊന്ന് അടിച്ചിട്ട് എക്സ്റ്റിങ്വിഷർ എടുത്തിട്ട് ചർച്ചിലേക്ക് ഒരാൾ വരുമ്പോൾ ഒന്ന് അടിച്ചു കൊടുത്താൽ ഉള്ള തീയും കെട്ടുപോകും. അപ്പൊ നമ്മുടെ ലൈഫിൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളൊരു ഓക്സിജന്റെ ഒരു ടാങ്കും കൊണ്ട് നടന്നിട്ട് ബ്രദർ എന്തുകൊണ്ടെന്ന് പറയുമ്പോൾ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ അതങ്ങ് ആളിയൻ കത്തും. ആരാധനയില് കത്തട്ടെ, എ ബ്ലേസ് ഫോർ ഗോഡ്. ദൈവം അതാ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് മാറാൻ ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് ഈ വാക്യങ്ങളിലൂടെ മനസ്സിലാവുന്നത്. അങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് ആവാണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി ആത്മാവിലുള്ളവരെ. പണ്ട് ഞാൻ ചർച്ചിൽ പാട്ട് പാടുമ്പോൾ ആവശ്യം കൊണ്ട് പാടുന്നപ്പോ ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പൊ എന്റെ പാട്ടൊക്കെ ഭയങ്കര എന്താ പറയാ, ഞാൻ അങ്ങനെ പാടി ശീലമൊന്നും ഉള്ളതല്ല, അപ്പം ശരിക്കും കൂറി പാടുകയാണ്. പുള്ളി എൻ്റെ അടുത്ത് വന്ന് ട്യൂണില്ല പക്ഷെ തീ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് പെട്ടെന്നൊരു സങ്കടം വന്നെങ്കിലും എനിക്ക് ഉള്ളിലൊരു സന്തോഷം, അറ്റ്ലീസ്റ്റ് പുള്ളി തീ ഉണ്ടെന്നെങ്കിലും മനസ്സിലായല്ലോ എന്നുള്ളത്. അപ്പൊ ട്യൂണൊന്നും ഇല്ലെങ്കിലും സാരമില്ല, തീ ഉണ്ട്. പുള്ളി എന്നെ എൻകറേജ് ചെയ്താണ്. എന്ന് വെച്ചാൽ പാട്ട് കുളമായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, ബ്രദറിന്റെ ആവേശം നല്ലതാണ്. പക്ഷെ അതെനിക്കൊരു ഓക്സിജൻ അടിച്ച പോലെ എനിക്ക് തോന്നിയത്. കാരണം പെട്ടെന്ന് കേൾക്കുമ്പോൾ ട്യൂണില്ലാന്ന് കേൾക്കുമ്പോൾ നമ്മൾ പാട്ടിലേക്ക് ശ്രദ്ധ പോവാണ്. പക്ഷെ തീ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ദൈവമേ, അറ്റ്ലീസ്റ്റ് ഞാൻ ചെയ്ത എഫേർട്ടിനെ അക്നോളജ് ചെയ്തല്ലോ. അപ്പം നമ്മള് ആത്മാവിനെ തുച്ഛീകരിക്കാൻ, ആത്മാവിനെ കെടുത്തുവാനുള്ളവരായി തീരാതെ നമ്മൾ ഒരു ബ്ലേസ് ചെയ്യുന്ന എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ഈ വ്യക്തിയുടെ കൂടെ പോയാൽ എൻ്റെ ആത്മാവ് എന്നിൽ കത്തി ജ്വലിക്കാനിടയാവും. അങ്ങനെ ഒരു എൻവയൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം അങ്ങനെയുള്ള ആത്മാക്കളെ കൊണ്ട് കൂട്ടി നിർത്തും നമ്മുടെ ജീവിതത്തിലെ. കാരണം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഞാൻ പലപ്പോഴും ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു മുഖസ്തുതി പറയുന്നവൻ ദൈവസന്നിധിയിൽ തള്ളപ്പെടുമെന്നുള്ള കർത്താവിന്റെ ദാസനോട് എപ്പോഴും സംസാരിക്കുന്ന സമയത്ത് ഞാൻ വളരെ തളർന്നിരിക്കുകയാണ്. ഒരു വാക്ക് സംസാരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ദൈവാത്മാവ് അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന നിമിഷം തന്നെ ഒരു എനർജി വരുന്ന പോലെയാണ് പലപ്പോഴും. പിന്നെ എനിക്കങ്ങ് ഒരു ബലം കിട്ടുന്ന പോലെയാണ്. തീ കത്താനുള്ള ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യണം ഒരു വാക്ക് കൊണ്ട്. അതിൽ പരിശുദ്ധാത്മാവ് എന്നുള്ള ഒരു വാക്ക് പാസ്റ്റർ ഇങ്ങനെ പറയുമ്പോൾ തന്നെ അതിന്റെ ആ വാക്കിലായി ഭയങ്കര ഒരു ബലം പോലെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ ഒരു മുഖസ്തുതി പറയുകയല്ല, പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ടാണ് പറയുന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ ദൈവം എന്നെ ശ്രദ്ധിക്കുന്നു എന്നും ദൈവം എന്നെ അറിയുന്നു എന്നും ഞാൻ പറയുന്നത്. ഞാൻ ആ സാഹചര്യത്തിൽ ഇങ്ങനെ ഓർത്തു പോയതാ. അപ്പൊ ആ ക്രിയേറ്റിംഗ് ആൻ എൻവയൺമെന്റ് ടു ഫയർ അപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു വ്യക്തിയെ കാണുമ്പോൾ എന്തുകൊണ്ട് ബ്രദറെ സുഖമായിരിക്കുന്ന, ബ്രദർ ഇന്നലെ ആരാധിക്കുന്ന കൈയടിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആവേശം തോന്നി, ബ്രദറിന്റെ സാക്ഷ്യം എനിക്ക് ആവേശമാണ്, ബ്രദറിന്റെ പാട്ട് എനിക്ക് ആവേശമാണ്. ആ ഒരു എൻവയൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ മനഃപൂർവ്വം ദൈവം ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മളെല്ലാം ആത്മാവിനെ തുച്ഛീകരിക്കാൻ ഇടയാകരുത്. അത് അടുത്ത വാക്യം പെട്ടെന്ന് പോകുന്നു. ഡു നോട്ട് ട്രീറ്റ് പ്രൊഫസീസ് വിത്ത് കണ്ടംപ്റ്റ്. എന്ന് വെച്ചാൽ പ്രവചനത്തെ തുച്ഛീകരിക്കുക, അതിനെ ടെസ്റ്റ് ചെയ്യാനാണ് ദൈവം പറയുന്നത്. തുച്ഛീകരിക്കരുതെന്ന് പറഞ്ഞാൽ ദൈവം പറയുന്നു അതിനെ ടെസ്റ്റ് ചെയ്യാൻ. ടെസ്റ്റ് ഇറ്റ് ആൻഡ് ഹോൾഡ് ഓൺ ടു വാട്ട് ഈസ് ഗോഡ്. നിങ്ങൾക്ക് അറിയാം, അതിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയുന്നു. അപ്പൊ ഞാനത് ഓടിച്ചു പറയുന്നു. പ്രവചനത്തെ തുച്ഛീകരിക്കാതെ. അതിന് ഒത്തിരി എക്സാമ്പിൾ ഉണ്ട്, ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, സമയം നമ്മുടെ മുമ്പ്. കാരണം മറ്റൊരു വിഷയം ഇതിന്റെ അവസാനത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് പറയാനുണ്ട്. ദൈവം തന്നൊരു ആലോചനയാണത്. അപ്പൊ പ്രൊഫസീസ് വിത്ത് കണ്ടംപ്റ്റ് എന്ന് വെച്ചാൽ പ്രവചനം കേൾക്കുമ്പോൾ തന്നെ ചിലവർക്ക് ദേഷ്യമാണ്. അങ്ങനെ ഒന്നും ആയിത്തീരാതെ കേട്ട് സമാധാനത്തോടെ ദൈവം പറഞ്ഞാണെങ്കിൽ നടക്കും എന്നുള്ള പ്രാർത്ഥനയോടെ നിങ്ങൾ ആ ദൈവസന്നിധി കൊണ്ടുവരുമെങ്കിൽ ദൈവം കാണും നിങ്ങൾ അതിനെ ട്രീറ്റ് ചെയ്യുന്ന, നിങ്ങൾ അതിനെ റെസ്പെക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന്. അപ്രകാരം ദൈവം അതിനെ മോഡിഫൈ ചെയ്യാൻ ഇടയാവും. അത് പറഞ്ഞു ട്രീറ്റ് എവറിത്തിങ്, ഹോൾഡ് ഓൺ ടു ടെസ്റ്റ് എവറിത്തിങ് ആൻഡ് ഹോൾഡ് ഓൺ ടു വാട്ട് ഇസ് ഗുഡ്. നല്ലതിനെ സകലതിനെ ശോധന ചെയ്യാം, നല്ലതിനെ മുറുക്കെ പിടിക്കുക, ദൈവമേ അത് നടക്കണം എന്നുള്ള ആ മനോഭാവത്തോടെ നമ്മളായിരിക്കുക. ഹോൾഡ് ഓൺ ടു വാട്ട് ഇസ് ഗുഡ് ആൻഡ് റിജക്ട് എവറി കൈൻഡ് ഓഫ് ഈവിൾ. ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. റിജക്ട് എവറി കൈൻഡ് ഓഫ് ഈവിൾ. ഇന്ന് ഈ ആത്മീയ ലോകത്ത് കാണുന്ന പല കാര്യങ്ങളും നമ്മൾ എവറി കൈൻഡ് ഓഫ് ഈവിൾ, ആ കൈൻഡ് എന്നുള്ള വാക്കിലെ, അതായത് ദോഷത്തിന്റെ സകലമാന വിധങ്ങളും, എവറി ഫോം എന്നുള്ളതാണ് പറയുന്നത്. ഈഡിയോസ് എന്നുള്ള ഒരു ഹീബ്രു വാക്കാണ് ഇവിടെ, ഗ്രീക്ക് വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഞാൻ ഗ്രീക്ക് അങ്ങനെ ഒന്നും പറയാൻ ഉദ്ദേശമല്ല. ഞാൻ പറഞ്ഞു വന്നത് ആ വാക്കിന്റെ അർത്ഥം ദാറ്റ് വിച്ച് ഇസ് സീൻ. അപ്പൊ ഒരു ഈവിൾ, കാണത്തക്ക രീതിയിൽ കണ്ടാൽ ഒരു ഈവിൾ ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ആത്മാവാണെന്നുള്ള പേരിൽ ഇന്നും
ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മൾ 70 വയസ്സുകൊണ്ടാണ് പിശാചിനെ അറിയുന്നത്. പിശാചിന് നമ്മുടെ ജനനം മുതലും നമുക്ക് മുമ്പേ ഉണ്ട ആലോചനകൾ മുമ്പിലും അറിയാം. നമ്മളോട് പറയുന്ന ഓരോ ആലോചനകളും പിശാച് കേൾക്കുന്നു. അപ്പൊ നമ്മുടെ ലൈഫിനെ തകർക്കുവാൻ, അല്ലെങ്കിൽ കർത്താവിന്റെ ജനത്തെ തകർക്കുവാൻ, അവരുടെ ആ യാത്രയെ തകർക്കാൻ പിശാച് എവറി ഫോം ഓഫ് വിഷ്വൽ ഈവിളിൽ വരുമെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് എവറി ആസ്പെക്ട് ഓഫ് ഈവിൾ എന്നാണ്. ഒന്നുകൂടെ ഞാൻ പല ട്രാൻസ്ലേഷൻ എടുത്ത് നോക്കിയപ്പോൾ എവറി ഫോം, എവറി കൈൻഡ്, എവറി ആസ്പെക്ട് ഓഫ് ഈവിൾ മസ്റ്റ് ബി റിജക്റ്റഡ് എന്ന് വെച്ചാൽ, ആ ഈവിൾ എന്ന് വെച്ചാൽ ഒരു ദോഷം വരും, അത് അതിനെ റിജക്ട് ചെയ്യാം. നോ, വാട്ട് ഇസ് വിഷ്വലി സീൻ, കണ്ണാലെ കാണുന്ന, ഫിസിക്കലി ടച്ച് ചെയ്യാൻ പറ്റുന്ന ഈവിളിനെ റിജക്ട് ചെയ്യണം എന്നാണ് ബൈബിൾ പറയുന്നത്. നമ്മളവിടെ ഒരു കോഷൻ ഇതിന്റെ ഇടയിൽ പരിശുദ്ധാത്മ നമുക്ക് തരികയാണ്. നിങ്ങൾ സകലമാന ദോഷങ്ങളും, എവറി ഫോം വിച്ച് ഇസ് വിഷ്വലി സീൻ, കണ്ണാലെ കണ്ടത് തിരിച്ചറിയാനുള്ള ഡിസേൺമെന്റ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുകയാണ്, ബുദ്ധി ഉപദേശിക്കുകയാണ്. ആ ആത്മാവിനെ വിവേചനത്തിന്റെ കൃപ നമ്മൾ എടുക്കണം. ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഞാൻ ആ എക്സ്പോസിഷൻ പറയുകയാണെങ്കിൽ, എന്നിട്ട് അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ ഫൈനലി കൺക്ലൂഡ് ചെയ്യാണ്, മേ ദ ഗോഡ് ഹിംസെൽഫ്, ദൈവം തന്നെ, ദ ഗോഡ് ഓഫ് പീസ് സാങ്ക്ടിഫൈ യു ത്രൂ എന്ന് വെച്ചാൽ സെറ്റ് അപ്പാർട്ട് ചെയ്യുക, സാങ്ക്ടിഫൈ ചെയ്യുക, സെറ്റ് അപ്പാർട്ട് ചെയ്യുക. നിങ്ങൾ ഇന്ന് ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, എന്നാ നമ്മൾ പറയാം എന്നാ പിന്നെ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് കല്യാണത്തിന് പോവാന്നല്ല. വിവാഹത്തിന്റെ ഡ്രസ്സ് മറ്റൊന്നാണ്. നമ്മൾ പറയും ഇത് കല്യാണ ഡ്രസ്സാണ്, ഇതെന്റെ കല്യാണത്തിന് എടുത്ത ഡ്രസ്സാണ്, ഇത് സാധാരണ ഇടുന്ന ഡ്രസ്സാണ്. എല്ലാ ദിവസവും പോയി ആരും കല്യാണത്തിന് ഡ്രസ്സ് മേടിക്കുന്നില്ല. അതൊരു പർട്ടിക്കുലർ ഒക്കേഷന് സെറ്റ് അപ്പാർട്ട് ചെയ്തിരിക്കുകയാണ് എന്ന് പറയുന്നത് പോലെ ഒരു വിവാഹത്തിന്റെ ഡ്രസ്സ് ഏത് രീതിയിലാണോ മാറ്റപ്പെട്ടിരിക്കുന്നത്, അതുപോലെ നാം ഈ ലോകത്ത് മാറി നിൽക്കാനായിട്ട് ആഗ്രഹിക്കുക. എന്ന് പറഞ്ഞ് നാം ഇടകലരണ്ടെന്നല്ല ദൈവം മീൻ ചെയ്യുന്നത്. സുവിശേഷം പറയാനും മറ്റുള്ളവരുമായിട്ട് ചെയ്യാനും നമ്മൾ ഈ ലോകത്തിൽ ബിസിനസ്സും മറ്റു ജോലിയിലൊക്കെ നാം ഇടകലർന്നിരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ക്രൈസ്റ്റിനെ സെറ്റ് അപ്പാർട്ട് ചെയ്യണം. മറ്റൊരു വ്യക്തി പറയുന്ന ഒരു ഡയമെൻഷനിലല്ല ഞാൻ പോകുന്നത് എന്നുള്ളത്. അതായത് ആ ത്രൂ ഗോഡ്സ് ഓൺലി പർപ്പസ്, ഫോർ ഗോഡ്സ് ഓൺലി പർപ്പസ്, ത്രൂ ദ ഹോളി സ്പിരിറ്റ് ഗൈഡൻസ് ആ സെറ്റ് അപ്പാർട്ട് നടക്കും. പരിശുദ്ധാത്മാവിന്റെ ഒരു ഗൈഡൻസിലൂടെയാണ് നടക്കുന്നത്. ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നത്, ഒന്ന് ദൈവത്തിന്റെ ഹിതത്തിലേക്ക് വരിക, രണ്ട് നമ്മൾ എവറി കൈൻഡ് ഓഫ് ഈവിള് മാറ്റിവെക്കുക, ദൈവത്തിന്റെ പ്രൊഫസിയും ദൈവത്തിന്റെ ആ ആത്മാവിനെ കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ ഒരു ക്ലാരിറ്റി ആയിരിക്കുക, സ്പിരിറ്റ് ഓഫ് ഡിസേൺമെന്റ് പ്രാപിക്കുക. മൂന്ന്, നമ്മള് സെറ്റ് അപ്പാർട്ട് ചെയ്യുക, നമ്മളെ തന്നെ വ്യത്യസ്തമാക്കുക, വേർതിരിക്കുക, വേർപാടോടെ ജീവിക്കുക, ഹൃദയത്തിൽ ലോകം കടന്നു വരാതെ സൂക്ഷിക്കുക മാക്സിമം. അതിന് പറയുന്ന എന്നിട്ട് പറയാണ്, മേ ദ ഗോഡ് ഓഫ് പീസ് സാങ്ക്ടിഫൈ യു ത്രൂ ആൻഡ് ത്രൂ, മേ യുവർ ഹോൾ സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. ട്രിക്കോട്ടമിസ്റ്റ് ഐഡിയ എന്ന് അതിന് പറയുന്നത്. അതായത് മാർക്കോസിന്റെ സുവിശേഷം 12:30 പറയുന്നു, ബോഡി, സോൾ, സ്പിരിറ്റ് ആൻഡ് മൈൻഡ്, ദേഹം, ദേഹി, ആത്മാവും മനസ്സ് എന്ന് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യത്തില് ബോഡി ആൻഡ് സോൾ എന്ന് പറയുന്നുണ്ട്, ആത്മാവും ശരീരവും എന്ന് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നു 3 കാര്യങ്ങൾ, ബോഡി അതായത് ശരീരം, ദേഹി, ആത്മാവ് എന്ന് പറയുന്നു. പക്ഷെ ദൈവം ഇതിന്റെ ഒരു പാറ്റേൺ സെറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. അതായത് ത്രൂ മേ യുവർ ഹോൾ സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ് എന്നല്ല പൗലോസ് എഴുതിയത്, സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. സോ അതിന്റെ പാറ്റേണിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാല് ആത്മാവ്, ദേഹി, ശരീരം. ശരീരത്തിന്റെ ആവശ്യം ദേഹിയിലൂടെ ആത്മാവിനോട് പറയണം. എനിക്കൊരു ആവശ്യമുണ്ട്, എനിക്ക് ദൈവമേ ഈ ലോകത്ത് ജീവിക്കാൻ എനിക്ക് ഒരു ജോലി ആവശ്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കി എന്റെ ദേഹിയിൽ, എന്റെ ആത്മാവിൽ ദൈവത്തോട്, ആത്മാവിനോട് പറയാണ്, ദൈവത്തിന്റെ ആത്മാവിനോട് പറയാം, എന്റെ ആത്മാവിനോട്, ദൈവം എനിക്കത് ആവശ്യമുണ്ട്. ആത്മാവ് ഇൻഫാക്ട് പ്രൊവൈഡ് ചെയ്യുന്നു. എന്ത്? ആത്മാവ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ, അല്ലെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ നാം ടെമ്പററി ആയിട്ട് ഷെൽട്ടർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആവശ്യമായ എല്ലാ കാര്യവും. അതുകൊണ്ടാണ് മുമ്പേ അവന്റെ രാജ്യവും നീതിയും. സോ സ്പിരിറ്റ് ഷുഡ് സൂപ്പർസീഡ് ബോഡി ആൻഡ് സോൾ എവറി ടൈം. ഇത് നിങ്ങൾ എപ്പോഴും മൈൻഡിൽ വെക്കണം. കാരണം പലപ്പോഴും നമ്മുടെ ലൈഫിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ബോഡിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ക്ലിയർ ആയിട്ട് ആ വാക്യം അതാണ്, മേ യുവർ ഹോൾ സ്പിരിറ്റ്, നിങ്ങളുടെ പൂർണ്ണ ആത്മാവും ദേഹിയും ശരീരവും ബി കെപ്റ്റ് ബ്ലെയിംലെസ് അറ്റ് ദ കമ്മിങ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ നിങ്ങളുടെ സ്പിരിറ്റിന് അവിടെ ഹോൾ സ്പിരിറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് പോള്. മൂന്നാമതാ പറയുന്ന ബോഡിയെ കുറിച്ച്, ബ്ലെയിംലെസ് ആയിരിക്കട്ടെ എന്ന്. ആ പാറ്റേൺ ഫോളോ ചെയ്യുന്നതിനോട് ഒരു തെറ്റുമില്ല. പലപ്പോഴും നമ്മൾ തിരിച്ചിടും, ശരീരം, ദേഹി, ആത്മാവ് എന്നത്. ആത്മാവിനൊരു വാല്യൂ കൊടുക്കാതെ
ആത്മാവിനോട് സാക്ഷ്യം പറഞ്ഞു. പണ്ടൊരു ദേവാസൻ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ ഞങ്ങൾ സംസാരിച്ചു, എങ്കിലും ഞങ്ങൾ ആത്മാവിൽ പല കാര്യങ്ങളും കൈമാറി. അപ്പൊ ഒരു ആത്മീയ വ്യക്തി മറ്റൊരു ആത്മീയ വ്യക്തിയെ കാണുമ്പോൾ ആത്മാവിൽ ഒരു കൈമാറ്റം നടക്കുന്നുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല. സ്വർഗത്തിൽ പോകുമ്പോൾ അറിയാൻ എന്താ കൈമാറിയെന്ന്. അന്ന് വരെയും ആ വ്യക്തിയെ ചിലപ്പോൾ ഒരു കാലത്ത് വിശ്വാസത്തിന് പിന്നോക്കം ചവിട്ടുന്ന സമയത്ത് ചിന്തിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തായിരിക്കാം. ആത്മാവിന്റെ ദൈവത്തിന്റെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നമ്മളിതെല്ലാം കേൾക്കുന്ന, ഡെയിലി കേൾക്കുന്ന, പക്ഷെ നമുക്ക് പലപ്പോഴും അത് മനസ്സിലാക്കി. ഇവിടെ പറയുന്നു സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. ഞാൻ ഈ വാക്യം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതല്ലോ. എന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ് ദൈവത്തിന്റെ ആത്മാവ് എന്നെ പലപ്പോഴും ഓർപ്പിച്ചൊരു കാര്യം. The one who called you is faithful and he will do it. അതെന്താണ്? അവിടെയാണ് എൻ്റെ ഫോക്കസ് ഇന്ന് ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തൻ, അവൻ ചെയ്യും. എങ്ങനെ എഴുതിയിരിക്കുന്നത്? The one who called you is faithful and he will do it. അവൻ ചെയ്യും. അത് അതിനെന്താ വലിയ ഒരു സംഭവം എന്താ? ഫെയ്ത്ത്ഫുൾ ശരിയാണല്ലോ, ദൈവം ഫെയ്ത്ത്ഫുൾ ആയിരിക്കണമല്ലോ. ആ വാക്യത്തിലേക്ക് മാത്രം ശ്രദ്ധ തിരിച്ചുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? ഫെയ്ത്ത്ഫുൾ എന്നുള്ള വാക്ക് അതിന്റെ എബ്രായ ഭാഷയിലെ എമറ്റ് എന്നുള്ള വാക്കാണ്. സത്യം എന്നാണ് അതിന്റെ അർത്ഥം. ആ എബ്രായ ഭാഷയുടെ എമറ്റ് എന്നുള്ള വാക്കിൽ നിന്നാണ് അത് വരുന്നത്, സത്യം. അതിന്റെ പുതിയ നിയമം അല്ലെങ്കിൽ അന്നത്തെ ഇതിൽ പറയുന്ന വാക്യമാണ് അമേൻ എന്നുള്ളത്. എന്ന് വെച്ചാൽ അത് സത്യമാണ്. ഒരു വ്യക്തി പ്രസംഗിക്കുക അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ ആമീൻ എന്ന് പറയുമ്പോൾ ഈ പറയുന്നത് സത്യമാണെന്ന് പറയുന്ന ഒരാൾ. അതായത് അതിനകത്ത് വ്യാജമില്ല. ട്രൂത്ത് ബൈ ഡെഫിനേഷൻ ഇസ് എക്സ്ക്ലൂസീവ്. ട്രൂത്ത് അതിന്റെ ഡെഫിനേഷൻ കൊണ്ട് വേർതിരിഞ്ഞൊരു സാധനമാണത്. മറ്റു കാര്യങ്ങളായിട്ട് മിക്സ് ചെയ്യുന്നല്ല. ഒരുവൻ പറയാണ് ദൈവം ഏകനാണ് എന്ന് പറയുമ്പോൾ അത് ആമീൻ എന്നൊരു വ്യക്തി പറയുകയാണെങ്കിൽ, നമ്മൾ ചർച്ചിലൊക്കെ അത് ഭയങ്കര കാഷ്വലായിട്ട് നമ്മൾ പറയുന്നത്, പക്ഷെ അതിന്റെ റിയൽ സെൻസിൽ ആമീൻ എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് ഈ പറയുന്ന ദൈവം ഏകനാണ് എന്ന് പറയുന്ന സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ദാറ്റ് മീൻസ് there is no second God. I don't have any other help. എനിക്ക് മറ്റൊരു രക്ഷകനില്ല. There is no savior other than God himself. അതിനെ വളരെ സീരിയസ് ആയിട്ട് അഫേം ചെയ്യാണ് ആമീൻ എന്ന് പറയുന്ന വാക്യം. നമ്മൾ പലപ്പോഴും വളരെ ലാഘത്തോടെ ആമീൻ എന്നൊക്കെ പറയും. നോ പ്രോബ്ലം, തെറ്റൊന്നുമല്ല. ദൈവമക്കൾക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ട്. പക്ഷെ ആ വാക്ക് ഇത് സത്യമാണ് എന്നാണ് നമ്മൾ ആണയിട്ട് പറയുകയാണ്. ഈ പറയുന്നത് സത്യമാണെന്ന്. നമ്മൾ പലപ്പോഴും തമാശയ്ക്ക് നമ്മൾ ഫ്രണ്ട്സ് ആമീൻ എന്തുകൊണ്ട് പ്രൈസ് ഗോഡ് ആമീൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിന്റെ ആ വാലിഡിറ്റി, അതിന്റെ വാലിഡിറ്റി അല്ലെങ്കിൽ അതിന്റെ ആ വാക്കിന്റെ ഇമ്പോർട്ടൻസ് ദൈവത്തോളം ഉണ്ടെന്നുള്ളതാണ്. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ആ എമറ്റ് എന്ന് പറയുന്ന എബ്രായ ഭാഷയ്ക്ക് അതിന്റെ അർത്ഥം സ്റ്റെബിലിറ്റി, റിലയബിലിറ്റി എന്നാണ്. ട്രസ്റ്റ് വർത്തിനെസ്, വിശ്വസനീയമായത്, സ്റ്റെബിലിറ്റി, സ്റ്റേബിൾ ആയിട്ട് ഇരിക്കുന്നത്. സ്റ്റെബിലൈസർ ഒക്കെ നമ്മൾ ഉപയോഗിക്കില്ലേ? കറണ്ടിന്റെ ഫ്ലക്ച്വേഷൻ വരുമ്പോൾ നമ്മൾ സ്റ്റെബിലൈസർ ഉപയോഗിക്കും, എന്നാലേ ആ കറണ്ടിന്റെ ഫ്ലക്ച്വേഷൻ ഫ്രിഡ്ജിനെ അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിനെ എഫക്ട് ചെയ്യാതിരിക്കുള്ളൂ. ഇപ്പൊ ഇന്നത്തെ ഫ്രിഡ്ജസ് ഒക്കെ ഇൻബിൽഡ് സ്റ്റെബിലൈസർ ആണ്. പണ്ട് വീഗാർഡ് ഫേമസ് ആയത് സ്റ്റെബിലൈസർ വിറ്റുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു വന്ന ആ സ്റ്റേബിലൈസ് ചെയ്യുന്ന ഒരു എൻവയൺമെന്റ്, ആ റിലയബിലിറ്റി, വിശ്വസനീയമായ, എനിക്ക് വിശ്വസിക്കാൻ യോഗ്യമായ ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. അത് മോശയാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. മോശ പല കാര്യങ്ങളും പറയുമ്പോ മോശ ചോദിക്കുന്നുണ്ട്, നീ വിശ്വസിക്കാൻ പറ്റുന്ന, അപ്പൊ ഞാൻ വിശ്വസിക്കാൻ പറ്റുന്ന ദൈവമാണെന്നാ മോശയോട് പറയുന്നത്. എക്സോഡസിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ വിശ്വസിക്കാൻ പറ്റുന്ന ദൈവമാണ്. ദൈവം തന്നെ ആണായിട്ട് പറയാം. ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ 5 സ്വഭാവത്തില് ആ 5 കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. കരുണയുള്ളവൻ, ദീർഘക്ഷമയുള്ളവൻ, കൃപയുള്ളവൻ, സ്നേഹമുള്ളവൻ, വിശ്വസ്തൻ. ആ വിശ്വസ്തൻ എന്നുള്ള വാക്കാണ് എമറ്റ് എന്നുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതില് പറയുന്ന ഈ വിശ്വസിക്കാൻ പറ്റുന്നവൻ, അപ്രൈറ്റ് എന്ന് പറയുന്നത് മോശയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. മോശ 2 കൈയും പൊക്കിയിട്ട് യുദ്ധം നടക്കുമ്പോൾ യോശുവയും അഹ്റോണും 2 കൈയും കൂടെ പൊക്കി ഇങ്ങനെ പിടിക്കുമല്ലോ. ആ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന, ആ സ്റ്റെബിലിറ്റി കൊടുക്കുന്ന ഒരു ആക്ട് ഉണ്ടല്ലോ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ്. പക്ഷെ പഴയ നിയമത്തിൽ 2 പേരെ കുറിച്ച് മാത്രമേ ആ വാക്യം ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. അതൊന്ന് അബ്രഹാമാണ്. അബ്രഹാമിനോട് പറഞ്ഞത്, ഞാൻ തലമുറയെ തരും, നീ എന്റെ വിശ്വസ്തനായവനാണ് എന്ന് പറഞ്ഞ് ദൈവം അത് പ്രൂവ് ചെയ്യാണ് അബ്രഹാമിന്റെ ജീവിതത്തില്. 2 പറയുന്ന ദാവീദ് വിശ്വസ്തനായ ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞ് ഡേവിഡിന്റെ കൊള്ളർദായ്മകളുടെ ഇടയിൽ അവൻ വിശ്വസ്തന, ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്തിട്ട് 3ാമത് പറയുന്ന വ്യക്തിയിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. അത് ഞാൻ പറയുന്നു മത്തായി സുവിശേഷം 1-ാം അധ്യായം ന്യൂ ടെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് വാക്കിലാണ് വരുന്നത്. ദിസ് ഇസ് ദ ജീനിയോളജി ഓഫ് ജീസസ്, ദ മെസ്സായ, ദ സൺ ഓഫ് ഡേവിഡ്, ദ സൺ ഓഫ് എബ്രഹാം.
യേശുവിന്റെ ഇൻട്രൊഡക്ഷൻ പുതിയ നിയമത്തിൽ വരുന്നത് ദാവീദും അബ്രഹാമിന്റെയും പേരിന്റെ അവരുടെ മകന ദാവീദിന്റെ മകൻ അബ്രഹാമിന്റെ മകനായ എന്നുള്ളതാണ്. ജീനിയോളജി ഓഫ് ക്രൈസ്റ്റ് പ്രസന്റ് ചെയ്യുമ്പോൾ ദൈവം യൂസ് ചെയ്യുന്ന കൊണോട്ടേഷൻ ഈ ഫെയ്ത്ത്ഫുൾനെസ് എന്നുള്ള വാക്യമാണ്. അതായത് ദാറ്റ് ഇസ് ദ ഫസ്റ്റ് വേർഡ് ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ്. റോമൻസ് 15:8-9 ഞാൻ ജസ്റ്റ് പറയുന്നുള്ളൂ. ദൈവം ജീസസ് കെയിം ഓൺ ബിഹാഫ് ഓഫ് ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്. ദൈവത്തിന്റെ വിശ്വസ്തത കാണിക്കാൻ വേണ്ടി യേശു വരാനിടയായത്. ഞാൻ പറഞ്ഞു വന്നത് ഈ വിശ്വസ്തൻ എന്നുള്ള വാക്ക് ദൈവത്തിന്റെ ഒരു സ്വഭാവത്തിന്റെ ഭാഗമാണ്. സോ ഇന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ് ഇന്നത്തെ പ്രാർത്ഥന. എനിക്കറിയാം കുറച്ച് മുമ്പോട്ട് കടന്നുപോയി, ഞാൻ കൂടുതൽ ലൈറ്റായി പറയണം. പക്ഷെ എന്നെ ഈ കഴിഞ്ഞ നാളുകളിൽ എന്നെ അലട്ടിയ പല പ്രശ്നങ്ങളുടെ മുമ്പിൽ ഞാൻ വളരെയധികം ചിന്തിച്ച ചില വാക്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കണ്ണുനീര്, വേദനകൾ, നമ്മളെ അലട്ടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ നമുക്ക് ഈ പ്രസംഗം പോലും ദൈവം എനിക്കിതൊന്നും കേട്ട് എൻ്റെ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ വരുന്നില്ലല്ലോ ഒക്കെ നമ്മൾ ചിന്തിക്കുമായിരിക്കും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, ഗോഡ് ഹു കോൾഡ് യു ഈസ് ഫെയ്ത്ത്ഫുൾ. വിശ്വസ്തനാണ് അവൻ. അവൻ അബ്രഹാമിനോട് വിശ്വസ്തനായിരിക്കുന്നത് പോലെ, ദാവീദിനോട് വിശ്വസ്തനായിരിക്കുന്ന പോലെ യേശു വിശ്വസ്തനായ ഒരു ദൈവമാണ്, കൊള്ളാവുന്നവനാണ് എന്ന് ഞാൻ ദൈവത്തെ ഒന്ന് ഒരു വാലിഡേറ്റ് ചെയ്യല്ല, പക്ഷെ ദൈവം അങ്ങനെയുള്ള സ്വഭാവമുള്ളവനാണ്. ദൈവത്തിന്റെ സ്വഭാവം പറഞ്ഞു തരികയാണ്. ഇവിടെ എഴുതിയിരിക്കുന്ന ആത്മാവിനെ തുച്ഛീകരിക്കുക എന്നൊക്കെ പറയുന്നത് ഗോഡ് ഹു കോൾഡ് യു ഈസ് ഫെയ്ത്ത്ഫുൾ ആൻഡ് ഹി വിൽ ഡു ഇറ്റ്. അവൻ ചെയ്യും നല്ലത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയ്ക്കും വ്യർത്ഥമായി പോകാൻ ദൈവം അനുവദിക്കില്ല. എന്ത് കണ്ണുനീര് നിങ്ങൾ വന്നോ, ഒരുപക്ഷെ ഇന്നും മറുപടി ഇല്ലെങ്കിലും കണ്ടിന്യൂസ്ലി പ്രേ. അത് നടക്കും. എന്തെങ്കിലും നമ്മൾ ക്ഷീണിച്ചു പോകും, തളർന്നു പോകും, ദൈവം ഇല്ല എന്നൊക്കെ തോന്നും, ഹിഡൻനെസ് ഓഫ് ഗോഡ്, ദൈവം മറഞ്ഞിരിക്കുകയാണെന്ന് തോന്നും. ഇതെല്ലാം സംഭവിക്കും. ഇതെല്ലാം ക്രിസ്ത്യൻ എക്സ്പീരിയൻസ് ദൈവം പഠിപ്പിക്കുകയാണ്. ബിക്കോസ് ഹി ഈസ് ബിൽഡിംഗ് അപ്പ് യു ഫോർ എറ്റേണിറ്റി ആൻഡ് ഇറ്റ്സ് എ ലോങ് ടൈം ടു ബി റോങ്. അല്ലെ, ദൈവം നിങ്ങളെ എറ്റേണിറ്റിക്ക് വേണ്ടി ഒരുക്കുകയാണ്. എറ്റേണിറ്റി തെറ്റിപ്പോയാൽ അത് നിത്യതയോളം ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ദൈവത്തിന് ഉറപ്പുണ്ട് അത് തെറ്റാൻ പാടില്ല. നിങ്ങളെ യോഗ്യരായി തീരണമെന്ന്. ഈ കഷ്ടത നിങ്ങൾക്കുള്ള ട്രെയിനിങ് ആയിട്ട്, കഷ്ടത ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി, ആ റിലയബിലിറ്റിയും സ്റ്റെബിലിറ്റിയും ദൈവം ആഗ്രഹം. ആ സ്റ്റേബിൾ ആയിട്ടുള്ള റോക്ക് എന്നാണ് മോശ വിളിക്കുന്നത്. നീ പാറയാണെന്ന് പറയുന്നത്. അതിന്റെ പുറത്തേക്ക് ചാടിയിരിക്കുകയാണെങ്കിൽ എന്തുമാത്രം കോൺഫിഡൻസ് ആണ്. ഇത് ഇളകത്തില്ല ഈ കല്ല് എന്ന് പറയുന്നത് പോലെ ദൈവത്തിലേക്ക് ചാടിപ്പിടിക്കാൻ, യേശുവിലേക്ക് ചാടിപ്പിടിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവനെ അള്ളിപ്പിടിച്ചവരാരും ഇന്ന് വരെയും ലജ്ജിച്ചു, അവന്റെ മുഖം നോക്കി അവർ ലജ്ജിച്ചു പോയിട്ടില്ല. ഒരിക്കലും ദൈവം ലജ്ജിക്കാൻ സമ്മതിക്കില്ല. എത്രമാത്രം നാം ലജ്ജിച്ചു പോയി എന്ന് വിചാരിച്ചാലും ദൈവം അത് സമ്മതിക്കില്ല. ദൈവത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്ന ഒരു പോയിന്റ് ഉണ്ട്. അവിടെ ദൈവം നമ്മുടെ വിഷയങ്ങളെ നിർത്തും. എന്ത് പ്രയാസമാണെങ്കിലും തീർച്ചയായിട്ടും വിശ്വസ്തനായവന്റെ കയ്യിലേക്ക് കൊടുത്താൽ നല്ലത് തന്നെ അവൻ ചെയ്യും. ഹി വിൽ ഡു ഇറ്റ് ബിക്കോസ് ഹി ഈസ് ഫെയ്ത്ത്ഫുൾ ഗോഡ്. ഇന്ന് രാത്രി സമയം എന്നെ കേൾക്കുന്നവരെ, നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവ്, തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മുമ്പാകിയിരിക്കുന്ന എല്ലാ ജനത്തെ ഏൽപ്പിക്കുകയാണ് ദൈവമേ. അവരുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടെന്ന് ഞാൻ അറിയുന്നില്ല, എങ്കിലും ദൈവത്തിന്റെ ആത്മാവരോട് സംസാരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ദൈവാത്മാവരോട് ഇടപെട്ടു എന്ന് വിശ്വസിക്കുന്ന കർത്താവെ, ദൈവം വിശ്വസ്തനായ ഒരു ദൈവമാണ്. ഒരു യേശുവിനെയാണ് ഈ വാക്യങ്ങളിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. യേശുവിനോട് നിങ്ങൾ എന്ത് യാചിച്ചാലും പിതാവിന്റെ മഹത്വത്തിനായി ചെയ്തു തരാന്ന് പറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടിന് മുമ്പിൽ നീ വിശ്വസ്തനായി അത് തന്നെ ചെയ്യുമെന്ന ഒരു ദൈവമായി ചെയ്യാം. ഞങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുവാനും സന്തോഷിക്കുവാനും, കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ വളരെ വ്യത്യസ്തരായി നിൽപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവരും അനുഗ്രഹിക്കുന്നു, സഭയെ മറ്റുമായി ഏൽപ്പിക്കുന്നു. കർത്താവെ നിന്റെ ദാസന്മാർക്കായി സ്തോത്രം. ദൈവമേ, സാംസണിന് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മീറ്റിംഗ് ലീഡ് ചെയ്യുവാൻ കർത്താവ് ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം. കർത്താവ് സാൻകുട്ടി പാസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദാസനെ ഏൽപ്പിക്കുന്നു. കർത്താവെ ചെറോയ് പാസ്റ്റിനെ ഏൽപ്പിക്കുന്നു, ദൈവം സഹായിക്കണം. കർത്താവിന്റെ ദാസൻ ജോണി പാസ്റ്റിനെ ഏൽപ്പിക്കുന്നു, ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ മീറ്റിംഗ് നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ചു തന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിലെ കണ്ണുനീര് മറികടക്കാത്തൊരു ദൈവം, ഞങ്ങളുടെ ജീവിതത്തിലെ വേദന അറിയുന്നൊരു ദൈവം, വിശ്വസ്തനായി ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വിളിച്ചവൻ വിശ്വസ്തൻ എന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങളെ അടുത്ത ദിവസം കൂടെ ഫേസ് ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. കരങ്ങളെ കേൾപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ.